ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസീസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിലക്കടല കൊണ്ടൊരു ഹൽവയാണ്. നിലക്കടല, കപ്പലണ്ടി എന്നൊക്കെ പറയും. ഇങ്ങനെ നമ്മൾ കുറിക്കാൻ ഉപയോഗിക്കുന്ന കടലയാണ്. ഇതിൻ്റെ തൊലിയെല്ലാം വറുത്ത കപ്പലണ്ടിയാണ്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്ക് വേണ്ടത് ഇത് 2 കപ്പാണ്. മെഷറിംഗ് കപ്പിൽ 2 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. 1 കപ്പ് പാൽപ്പൊടിയുണ്ട്, 1 കപ്പ് ഷുഗറുണ്ട്, 1 കപ്പ് വെള്ളമുണ്ട്, പിന്നെ ഒരു 4 ഏലക്ക. ഇതിൽ നിന്ന് തന്നെ ഷുഗറിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തതാണ്. പിന്നെ ഒരു 1-2 ഡ്രോപ്പ് വാനില എസൻസ് വേണം. പിന്നെ വലിയൊരു സ്പൂൺ, ഈ സ്പൂണിന് നിറച്ച് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത്രയും ബട്ടർ വേണം. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുത്ത ബട്ടർ തന്നെയാണ്. ആദ്യം നമ്മൾക്ക് ഈ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടിട്ട് ഈ പീനട്ട് മുഴുവൻ നമ്മൾക്കിത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. തീരെ അങ്ങനെ നൈസാകണമെന്നൊന്നുമില്ല, അങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാനിത് മിക്സിയുടെ ബൗളിലേക്ക് ഇത് 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാം. ഇത്രയൊന്ന് പൊടിച്ചെടുത്തിട്ട് അടുത്തും കൂടെ പൊടിക്കാം. ഇപ്പം ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 3 സ്പീഡിൽ വിട്ട് കറക്കി കഴിയുമ്പോഴത്തേ ഇതുപോലെ ഒരു ചെറിയ തരിതരിപ്പോടെ ഈ പൊടിച്ച പീനട്ട് ഒരു ബൗളിലേക്ക് ഇടാം. അടുത്തതും കൂടെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെടുത്ത 2 കപ്പ് പീനട്ടും പൊടിച്ചെടുത്തു. നമ്മൾ പീനട്ടായിട്ട് കാണുമ്പോഴത്തേക്കിനും കുറച്ചേ ഉള്ളൂ. ഇത് നന്നായിട്ടുണ്ട്. ഇപ്പം ഇത്രയുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് നമ്മളെടുത്ത് വെച്ച പാൽപ്പൊടിയിലേക്ക് 1 കപ്പ് പാൽപ്പൊടിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കലക്കണം. ഇപ്പോൾ പാൽപ്പൊടി ഞാൻ നന്നായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കലക്കി. ഇനി എന്നാ ചെയ്യണ്ടേ, ഈ പാൽപ്പൊടി കലക്കിയത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഷുഗർ ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടിച്ചു വെച്ച നിലക്കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ബട്ടറും കൂടെ ചേർക്കാം. ഇതിനി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇപ്പോൾ ഇത് അടുപ്പിലേക്ക് വെച്ചിട്ട് ഞാൻ ഫ്ലെയിം കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് മതി, കൂട്ടിയിടരുത്. പതുക്കെ വേണം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാൻ. ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിനകത്തെ കട്ടകളിങ്ങനെ ഉടച്ചോട്ട് നമുക്കിത് ഇളക്കി കൊടുക്കണം. അതോടൊപ്പം തന്നെ താഴെ ഒട്ടും പിടിക്കാതെ ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് വേണം ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാൻ. പാൽപ്പൊടിയും പീനട്ടിൻ്റെ പൗഡറും കൂടെ ഇങ്ങനെ ചേരുമ്പോഴത്തേക്കിനും ആ വെള്ളവും കൂടെ കൂടി ചേരുമ്പം ചെറിയൊരു കട്ടകളൊക്കെ വരും. അതിങ്ങനെ നമ്മൾക്കിങ്ങനെ തിരുമ്മി ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ നല്ല പോലെ അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കാം. പാൽപ്പൊടിക്ക് പകരം പാൽ ഉപയോഗിക്കാം, പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് ഇതിനാണ്. ഞാനിതിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. 5 മിനിറ്റേ ആയിട്ടുള്ളൂ. ഇടയ്ക്കൊരു സ്വല്പം ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടിങ്ങനെ അരികിക്കൂടൊക്കെ ഇങ്ങനെ വടിക്കുമ്പോൾ അറിയാം, പിടിക്കുന്ന ഇങ്ങനെ സൗണ്ട് വരും, കുറുകി വരുന്ന. ഇപ്പോൾ ഇത് കുറച്ചിങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല തിക്കായിട്ടുണ്ട്.
അരികിലിങ്ങനെ പിടിക്കാതെ ആദ്യം തന്നെ നല്ലപോലെ അരികിലത്തെ മുഴുവൻ ഇങ്ങനെ വടിച്ചിട്ട് വേണം ഇത് ഇളക്കിയെടുക്കാൻ. ഇത്രയാവുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച ഏലക്ക ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ബർഫിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെയാണ് നമ്മൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾക്കിത് വാങ്ങണം. ഇപ്പോൾ കണ്ടത് ഇങ്ങനെ നീക്കിയാൽ ഇങ്ങനെ രണ്ടായി വരുന്ന ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശം പറ്റിയിട്ടുണ്ട്. നമ്മൾക്കിതിനകത്തേക്ക് 2 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. അത്രയും മതി. ഇപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കിനും പുറകിലൊരു കളർ വ്യത്യാസം വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് വാങ്ങണം. ഇത് തണുത്ത് കഴിയുമ്പോൾ കട്ടിയാവും. നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് ഒഴിച്ച് വെക്കുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കണം. ഈ ബട്ടർ തന്നെ. നല്ലപോലെ ഇങ്ങനെ ഇവിടെ അത് ഒന്നിച്ച് ഇങ്ങനെ ഇളകുന്ന ഒരു സമയമേ. കണ്ടോ, ഈ ഒരു പാകത്തിൽ ഇപ്പോൾ ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് സമയം ഈ ചൂടയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇത് മുഴുവത്തോടെ ഇങ്ങനെ ഇളകുന്ന ഒരു സമയത്ത് നമുക്കിത് വാങ്ങണം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഈ പാത്രത്തിൻ്റെ ചൂടേ മാത്രമാണ് ഇപ്പോൾ കിടക്കുന്നത്. ഞാനിപ്പോൾ ഒരു സിലിക്കോണിൻ്റെ ഡിഷാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇച്ചിരി നെയ്മയം പുരട്ടിയിട്ടുമുണ്ട്. ബട്ടർ തന്നെയാണ് പുരട്ടിയത്. ഇതിലേക്ക് നമ്മൾക്ക് ഇത് ഇട്ട് കൊടുക്കാം. മുഴുവത്തോടെ ഇങ്ങനെ അങ്ങ് വീഴും. ഇങ്ങനെ വെക്കുമ്പോൾ സ്പാച്ചിലയിലൊന്നും പിടിക്കാത്തൊരു പാകമാണ്. ഒരു 30-35 മിനിറ്റിൽ കൂടുതൽ ഇത് അടുപ്പേ വെക്കണ്ട. അത്ര ഇളക്കി കൊടുത്താൽ മതി. ഒരേ തിക്നെസ്സിൽ നമ്മൾക്കിതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതെടുക്കാം. ഇതിപ്പോൾ തന്നെ ഈ മോൾഡിലായതുകൊണ്ട് കമത്തിയിട്ടാൽ ഇതുപോലെ ഇങ്ങനെ പോരും. ഇപ്പം നമ്മുടെ അലുവയുടെ ചൂട് നല്ലപോലെയൊന്നും പോയിട്ടില്ല. എങ്കിലും ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. ഇത് സിലിക്കോണിൻ്റെ പാത്രത്തിൽ വെച്ചത് കൊണ്ട് നമ്മൾക്ക് ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അടന്ന് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിലും കിട്ടും. ഇനി നമുക്കിതിലേക്കൊന്ന് മോൾഡ് ചെയ്തിടാം. ഇപ്പം ഞാൻ ഈ പാത്രത്തിലേക്ക് കമഴ്ത്തിയിട്ടു. നല്ല സോഫ്റ്റാണ് ഹൽവ. നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്യാം. ഈ സൈഡ് ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളിക്കാം.
അടിയിലത്തെ പീസ് അങ്ങോട്ട് മാറ്റി വെച്ചെന്നേ ഉള്ളൂ, കഴിക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്കത്തെ ഒരു പീസിങ് എടുത്തു. കുറച്ചുകൂടെ ചൂട് പോകാനുണ്ട്. നന്നായിട്ട് ചൂട് പോയാൽ നല്ല ഭംഗിയായിട്ടിരിക്കും. നല്ല സോഫ്റ്റാണ്. ഇത് തൊട്ട് കഴിഞ്ഞാലങ്ങ് വായിലിട്ടാലങ്ങ് അലിഞ്ഞു പോകും. അത്രയ്ക്ക് സോഫ്റ്റാണ്. ഞാനിപ്പോൾ ഞെക്കി കാണിക്കാം. ഇങ്ങനെ അങ്ങ് പോകും. അത്രയ്ക്ക് സോഫ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. ഈ പീസ് ഒന്ന് എടുത്ത് കഴിച്ച് നോക്കട്ടെ. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ദീപാവലിക്ക് ഈ ഒരു ഹലുവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.